വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയേക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് രാവിലെ 11:35 ട്രെയിനിലാണ് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. വളരെ പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു മധുരയ്ക്ക് പോയത്. ഇപ്രാവശ്യം അച്ഛനും കൊച്ചച്ഛനും അമ്മയും കുഞ്ഞമ്മയും അമ്മാമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്ര നേരത്തെ പ്ലാൻ ചെയ്തത് അനിയൻ സൂരജാണ്. ഫുള്ളി ട്രെയിനിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. മധുര പോകുമ്പോൾ ട്രെയിനിൽ പകലുള്ള യാത്രയാണ് നല്ലത്. മനോഹരമായ ഗ്രാമ കാഴ്ചകൾ ആസ്വദിച്ചു പോവാം. മധുര യാത്രയിലെ പ്രധാന കാഴ്ചകൾ തമിഴ്നാടിൻ്റെ വയൽഭംഗി, കൂടാതെ കാറ്റാടി പാടങ്ങൾ, നിരപ്പായ മൈതാനം പോലെയുള്ള തമിഴ്നാടിൻ്റെ ഭൂപ്രകൃതി, ഇതൊക്കെയാണ്. അപ്പോൾ റിസർവ് ചെയ്തതുകൊണ്ട് തിരക്കറിഞ്ഞില്ല. വൈകിട്ട് 4:45 ആയപ്പോൾ ഞങ്ങൾ മധുര ജംഗ്ഷനിലെത്തി. അന്ന് മധുരയിൽ സ്റ്റേ ആയിരുന്നു. വൈകിട്ട് ക്ഷേത്രദർശനം കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് രാത്രിയിൽ മധുരയിലെ തെരുവിലൂടെ നടന്നു. 2 കിലോമീറ്റർ യാത്രയ്ക്ക് ആൾക്ക് ഒന്നിന് 20 രൂപ. എങ്ങനെയുണ്ട് മധുര യാത്ര? ഇഷ്ടപ്പെട്ടോ? ട്രെയിനിൽ ക്ഷീണമൊക്കെ തോന്നിയോ? അപ്പോൾ ഇന്ന് മധുരയിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് രാമേശ്വരത്തേക്കാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനു മുൻപ് മധുരയിലെ പ്രഭാത കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു വരൂ. അപ്പോഴേക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടെ. രാവിലെ കൂടെ ഉള്ളവരൊക്കെ റെഡി ആകുമ്പോഴേക്കും ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അനിയനും കൂടെ പുറത്തൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവിടെ മുല്ലപ്പൂവ് കണ്ട് മുല്ലപ്പൂ വാങ്ങിച്ചു. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പൂവ് ഞാൻ വാങ്ങിച്ച് തലയിൽ വെച്ച് ബാക്കി ചെറിയ ചെറിയ പീസാക്കി അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും അമ്മാമ്മമാർക്കൊക്കെ കൊടുക്കാൻ. ഇത് കണ്ടോ, ഇത് മീനാക്ഷി അമ്മൻ കോവിലേക്കുള്ള വഴിപാടാണ്. നാളികേരം, ഹാരവും. ഇപ്പോൾ 2 ഹാരമായിട്ട് നമ്മൾ വാങ്ങിക്കണം. ഒന്ന് മീനാക്ഷി അമ്മനും ഒന്ന് സുന്ദരേശ ഭഗവാനും, അതായത് ശിവന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. സമയം രാവിലെ ഒരു 6 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും വളക്കച്ചവടവും പൂക്കച്ചവടമൊക്കെ സജീവമായിരുന്നു. പിന്നെ ഇവിടെ ഈ സമയത്ത് നല്ല കാപ്പി കിട്ടും. രാവിലെ കാപ്പി അല്ലെങ്കിൽ ചായ, നല്ല ചായ ആയിരിക്കും. അപ്പോൾ ഈ തണുപ്പത്ത് ആ ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക എന്ന് പറയുന്നത് അതൊരു രസമുള്ള കാര്യമാണ്. അങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ രാവിലെ തന്നെ ആനയെ ക്ഷേത്ര ചടങ്ങിന് എന്തിനോ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആനേനെ കാണുമ്പോൾ എത്ര വലിയവരായാലും കൊച്ചു കുട്ടികളെ പോലെ കൗതുകത്തോടെ നോക്കി നിൽക്കും. തിരിച്ച് റൂമിൽ പോയി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ ഫോട്ടോസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മാമ്മമാരാണിത്. വിഷ്ണുവേട്ടൻ്റെ കുഞ്ഞമ്മ, പിന്നെ വിഷ്ണുവേട്ടൻ, ഞാൻ, പിന്നെ ഞങ്ങളുടെ ഫാമിലി. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് രാമേശ്വരത്തേക്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമയം 8:30 മണി ആയതേ ഉള്ളൂ. 8:45 ഞങ്ങളുടെ ട്രെയിന് വരുന്നത്. 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരുമെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ ലഗേജ് ഉണ്ട്. അതുകൊണ്ട് നടക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞങ്ങൾ ബാക്കോട്ട് നടന്നു. അങ്ങനെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ലഗേജൊക്കെ കൊണ്ട് ഏകദേശം ബാക്കിലെത്തിയപ്പോഴോ അവിടുന്ന് അനൗൺസ്മെൻറ്റ് വരുന്നു, മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള ട്രെയിന് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എത്തിച്ചേരുകയെന്ന്. അങ്ങനെ വീണ്ടും അവിടുന്ന് ലഗേജൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് ആ ഒരു ഓവർ ബ്രിഡ്ജ് വഴി ഞങ്ങൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ ചർച്ചകൾ നടക്കുകയാണ്. ട്രെയിൻ എപ്പോൾ വരും, ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ സീറ്റ് കിട്ടുമോ. അമ്മയ്ക്കാണെങ്കിൽ നല്ല പനിയായിരുന്നേ. അങ്ങനെ അമ്മയ്ക്ക് പനി മാത്രമല്ല നട്ടലിനും വയ്യ. എന്നാലും അമ്മേനെ ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ അമ്മാമ്മമാർ ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മമാർ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്, അവർക്ക് യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അങ്ങനെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. 8:45 ട്രെയിൻ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞതുപോലെ തന്നെ ട്രെയിന് 8:45 തന്നെ വന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിന് ഇത്ര കൃത്യസമയം പാലിച്ചുകൊണ്ട് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിവേ ഞങ്ങൾക്ക് സീറ്റ് റിസർവ് ചെയ്യാത്തതുകൊണ്ട് സീറ്റ് കിട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സീറ്റ് കിട്ടി. രാവിലെ പൊതുവെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര അതിമനോഹരമായിരുന്നു. ഇവിടുന്ന് ടിക്കറ്റ് റിസർവ് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. സൂരജും ജിത്തു കൊച്ചച്ഛനും ഒരു സീറ്റിൽ, കുഞ്ഞമ്മയും അമ്മാമ്മമാരും ഒരു സീറ്റിൽ, അച്ഛനും പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഞാനും അമ്മയും വിഷ്ണുവേട്ടനും കൂടെ ഒരു സീറ്റിൽ. അമ്മയ്ക്ക് വയ്യായിരുന്നു കേട്ടോ, ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തേക്ക് പോവുകയാണ്. രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിന് നിരപ്പായ ഭൂപ്രകൃതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നമുക്ക് ഒരുപോലെ തോന്നും.
അമ്മ ട്രെയിൻ യാത്ര ആസ്വദിച്ചിരിക്കുകയാണ്. അമ്മ പറയുകയാണ് ഇവിടെ ഒരു 10 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിക്കായിരുന്നു, നിരന്ന സ്ഥലം. പൊതുവെ ഞങ്ങളുടെ വീടൊക്കെ ഇരിക്കുന്ന ഒരു കൊക്ക പോലത്തെ സ്ഥലത്താണ്. അപ്പോൾ അവിടെ കുഴിയിലോട്ട് ഇറങ്ങി ഞങ്ങൾക്ക് മടുത്തിരുന്നു. അപ്പോൾ അമ്മ പറയുക ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് അങ്ങ് കൂടായിരുന്നെന്ന്. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇവിടെ അങ്ങനെ മഴയൊന്നും കിട്ടില്ല, അപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പം തന്നെ അറിയാം തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിക്ക് അതൊരു ബുദ്ധിമുട്ടായി തീരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ അമ്മ പറയുക തേങ്ങയ്ക്കൊക്കെ എന്തൊരു വിലയാണ്, ഇപ്പോൾ കണ്ട തെങ്ങിലൊക്കെ നല്ല തേങ്ങയുണ്ട്, ചെറിയ തെങ്ങാണ്, പുളിയുണ്ട്, പിന്നെ പനയുണ്ട്. അങ്ങനെ ഓരോ കാഴ്ചകളും ആസ്വദിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇടയ്ക്ക് എല്ലാവരും ഒന്ന് ശല്യം ചെയ്ത് അങ്ങനെ വിഷ്ണുവേട്ടനോട് ഞാൻ ചോദിക്കുകയാണ് എത്ര മണിക്കാണ് നമ്മൾ അവിടെ എത്തുകയെന്ന്. അപ്പോൾ വിഷ്ണുവേട്ടൻ പറയാം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മുൻപ് ഈ വഴിയൊന്നും യാത്ര ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ 4 മണിക്കൂർ അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ജിത്തു സിനിമ എന്തോ കാണുകയാണ്, അവന് നല്ല ആസ്വദിച്ച് ഹെഡ്സെറ്റൊക്കെ വെച്ച് കാര്യപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൂരജ് സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്ന തിരക്കിലാണ്. ബാക്കിൽ കൊച്ചച്ഛനും കുഞ്ഞമ്മയും കാര്യമായിട്ട് എന്തോ ഡിസ്കഷനിലാണ്. അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണുവേട്ടനോട് ചോദിക്കുകയാണ് രാമേശ്വരത്ത് ചെന്നിട്ട് എന്താ പരിപാടിയെന്ന്. ഞാൻ പറഞ്ഞു രാമേശ്വരത്ത് ചെന്നിട്ട് കുളിക്കണം, അവിടെ കുളിക്കുമ്പം എല്ലാ പാപങ്ങളും തീരുമെന്ന്. യഥാർത്ഥത്തിൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ അമ്മമ്മമാരൊക്കെ ക്ഷീണിച്ച്, കാരണം രാവിലെ എണീറ്റതല്ലേ നേരത്തെ. അച്ഛനാണെങ്കിൽ ആരുടെയും ശല്യമില്ലാതിരിക്കാനാണ് ഇഷ്ടം. പിന്നെ അമ്മേൻ്റെ കാര്യം പറയണ്ടല്ലോ, അമ്മക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ആൾക്ക് ഇത്തിരി ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആകെ അസ്വസ്ഥമായാണ് ഇരിക്കുന്നത്. രാമേശ്വരം പോകുന്ന വഴിയിലെ ഏറ്റവും മികച്ച കാഴ്ചയാണ് പാമ്പൻ പാലം. നീളത്തിൽ കടലിന് മധ്യേ നേർത്ത നൂലിൽ സഞ്ചരിക്കുന്നത് പോലെയാണ് പാമ്പൻ പാലത്തിലൂടെ തീവണ്ടി കടന്നു പോകുന്നത്. ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. വലിയ കപ്പലുകൾ വരെ ഇതുവഴി കടന്നു പോകും. രാജ്യത്തിൻ്റെ അനുദിനമുള്ള സാമ്പത്തിക വളർച്ചയിലെ ഒരു ഏട് കൂടിയാണ് പാമ്പൻ പാലം. പേര് സൂചിപ്പിക്കും പോലെ ഇതൊരു വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണ്. ട്രെയിന് കടന്നു പോയതിനു ശേഷം പാലത്തിനടിയിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യവുമുണ്ട്. 535 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിൻ്റെ നീളം 2.8 കിലോമീറ്ററാണ്. 99 തൂണുകളുള്ള ഈ പാലത്തിൽ 75 km/h സ്പീഡിലാണ് തീവണ്ടികൾ സഞ്ചരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 22 മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ പൊതുവെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. വലിയ കടകളൊന്നും അവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ ഒരു കൂളർ അവിടെ ഇരിക്കുന്നത് കണ്ട് ആ കൂളറിൻ്റെ അടുത്ത് തന്നെ ജനങ്ങളുടെ തിരക്കായിരുന്നു. പിന്നെ വല്ല വിധേന 2 കുപ്പി വെള്ളമൊക്കെ പിടിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് നടക്കുകയാണ്. ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമേശ്വരം അമ്പലത്തിലേക്കുള്ള ദൂരം ഏകദേശം 2 കിലോമീറ്ററാണ്. നട്ടുച്ച സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. ഇനി അമ്പലം തുറക്കണമെങ്കിൽ വൈകുന്നേരം ആവൂലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സമയം ഞങ്ങൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കടന്ന് നടക്കുക എന്നാണ് ആദ്യം തീരുമാനിച്ചത്. ഞങ്ങൾ മൊത്തം 10 പേരുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മമാർക്കും അമ്മയ്ക്കും ഒക്കെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്, അമ്മക്ക് പനി ആയതുകൊണ്ടാണ്. അങ്ങനെ വെള്ളവും ചിപ്സൊക്കെ കഴിച്ചപ്പോഴാണ് എന്നാൽ നമുക്കൊരു വണ്ടി വിളിച്ച് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് പറഞ്ഞ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് നടന്നത്. ഞങ്ങളെ 10 പേരെയും ഉൾക്കൊള്ളുന്ന തരത്തിലൊരു വണ്ടി വേണം. 2 കിലോമീറ്റർ യാത്രയ്ക്ക് ആൾക്ക് ഒന്നിന് 20 രൂപ അങ്ങനെ പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ ജിത്തുവോ? നീ കുറെ നേരമായാലും മറ്റേ ഇതിലെ ആവേശത്തിലെ ഹാപ്പിയല്ലേ കേൾക്കുന്നത്. നമ്മളെല്ലാരും സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കണം. ഹാപ്പിയാണ്. അപ്പൊ ഇതിന്റെ ബാക്കിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ വണ്ടീന്റെ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര വെയിലും ചൂടും. ചൂടിന് കുറവില്ല. കുറെ ആട്ടിൻകുട്ടികൾ മേയുന്നു. ആട്ടിൻകുട്ടികളും മറ്റേ പാത്തുമ്മേന്റെ ആടിനെ പോലെ പേപ്പറൊക്കെയാണ് തിന്നണത്. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ഈ രാമേശ്വരത്ത് നിന്നായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലിലേക്ക് അകമഴിഞ്ഞ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു APJ അബ്ദുൽ കലാം. അപ്പോൾ ഇവിടെ വന്നപ്പം എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നു. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നല്ല മീനിൻ്റെ മണമായിരുന്നു. അപ്പോൾ വിഷ്ണുവേട്ടൻ പറയുക നല്ല മീനല്ല, ഒരുമാതിരി അവിഞ്ഞ മീനിൻ്റെ സ്മെല്ലാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചട്ടിയിലിട്ട് മുളകും മല്ലിയും മഞ്ഞളും കറിവേപ്പിൻ്റെ ഇലൊക്കെ ഇട്ട് തരുമോ, ആ മീൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. ഇപ്പോൾ ബാക്കിലിരിക്കുന്നതുകൊണ്ട് കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാമായിരുന്നു. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം. ഇവിടെ നല്ല ഷർട്ടുണ്ട്. പക്ഷെ ഒരു സാധനവും മാറ്റി തരൂല എന്നതാണ് ടിപ്പ്.
രാമേശ്വരത്തെ ഓട്ടോറിക്ഷകൾക്ക് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകളെക്കാളും വലിപ്പം കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സും അതിനകത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ രാമനാഥ സ്വാമി ക്ഷേത്രത്തിന് അടുത്തെത്തി. ഇവിടെ റോഡിന് വീതി കുറവാണ്. ഈ കാണുന്നതാണ് രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രം. ഇന്ത്യൻ ചരിത്രത്തിലും ഹിന്ദു മിത്തോളജി പ്രകാരവും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് രാമേശ്വരത്തെ രാമനാഥ സ്വാമി ക്ഷേത്രം. ഇപ്പോൾ ഡ്രൈവർ ഞങ്ങളുടെ ലഗേജൊക്കെ വണ്ടിയുടെ മുകളിൽ നിന്ന് ഇറക്കി അദ്ദേഹത്തിന് പൈസയും കൊടുത്തു. 200 രൂപയായി. ഒറ്റയ്ക്ക് വരുമ്പോൾ നഷ്ടമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 10 പേരുള്ളത് കൊണ്ട് ഈ യാത്ര ഞങ്ങൾക്ക് നഷ്ടമില്ല, ലാഭമാണ്. വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് ഇനി ഒരു ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഭയങ്കര വെയിലാണ് പുറത്ത്. ഇതാണ് രാമേശ്വരത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രാമനാഥ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായും മതപരമായും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരമാണ്. ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റും ചെറിയ കടകളുണ്ട്. നട്ടുച്ച സമയമായതുകൊണ്ടാണ് എല്ലാം അടഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇത് നോക്കൂ, ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ കവാടം. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ നിന്നു. അപ്പോൾ ഞാനും ഫോട്ടോ എടുക്കട്ടെ, വീഡിയോ എടുക്കാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫോൺ ഓഫ് ആക്കണമെന്ന്. അങ്ങനെ അകത്ത് കടയിൽ കയറിയപ്പോൾ കടക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല, ഫോൺ ഓൺ ആക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാമനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പടിഞ്ഞാറേ പ്രവേശന കവാടത്തിൽ കടക്കുമ്പോൾ അവിടെ നിരവധി കടകളുണ്ട്. ഉച്ചയായതുകൊണ്ട് മിക്ക കടകളും അടഞ്ഞാണ് കിടക്കുന്നത്. എല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ, വളകൾ, മാലകൾ, പൊട്ട്, ശില്പങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്ന കടകളാണ്. ഒട്ടുമിക്ക കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കിതൊക്കെ ഇങ്ങനെ നടന്ന് കാണുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കുഞ്ഞമ്മ അവിടെ കമ്മൽ കണ്ടപ്പോൾ അതൊക്കെ നോക്കുകയാണ്. അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തോ സാധനം കണ്ടു. അപ്പോൾ അവിടെ അത് വാങ്ങിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, പുരാണകാലത്ത് രാമൻ ലങ്കയിൽ ചെന്ന് രാവണനെയും വധിച്ച് സീതയുമായി തിരിച്ച് രാമേശ്വരത്തെത്തിയപ്പോൾ ബ്രഹ്മഹത്യ എന്ന മഹാപാപം തീർക്കുവാനായി ശിവനെ ആരാധിക്കുവാൻ തീരുമാനിച്ചു. പക്ഷെ അന്നേരം അവിടെ ശിവലിംഗം ഇല്ലാതിരുന്നത് കൊണ്ട് ഹനുമാന് രാമന് വേണ്ടിയിട്ട് കൈലാസത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഒരു ശിവലിംഗം കൊണ്ടുവരികയും രാമൻ അത് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാമേശ്വരത്ത് രാമനാഥ സ്വാമി ക്ഷേത്രമുണ്ടായത്. രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ ഗോപുരമാണ് പ്രധാന കവാടം. മൊബൈലും ക്യാമറയൊക്കെ ഇതിനകത്തോട്ട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ എന്നാലും ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടൊന്നും ക്യാമറയൊന്നും അലൗഡ് അല്ല. രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്തെ കാഴ്ചകൾ വളരെ വിശാലമാണ്. കരിങ്കലിൽ കൊത്തിത്തീർത്ത വിസ്മയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാം. ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇടനാഴിയുള്ളത് രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തിലാണ്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ തനതായിട്ടുള്ള ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിൽ തന്നെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, പാണ്ഡ്യ രാജാക്കന്മാർ മധുരയിലേക്ക് ക്ഷേത്രം പോലെ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഏകദേശം കൊത്തുപണികളൊക്കെ ഉള്ളത്. പിന്നെ ക്ഷേത്രം നമുക്ക് എത്ര കണ്ടാലും അങ്ങ് മുഴുവനായിട്ട് കാണാൻ പറ്റില്ല, അത്രയും വലിയ ക്ഷേത്രമാണ്. നമ്മുടെ കണ്ണൊക്കെ ഒരു XLR-ൻ്റെ ഒരു ലെൻസ് വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ നമുക്ക് നോക്കിക്കാണാം. അത്ര വൈഡായിട്ട് നോക്കിക്കാണാനുള്ള ഏരിയ ഉണ്ട്. ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് പെയിൻറ്റിങ്സ് ആണ്. വ്യത്യസ്ത നിറത്തിലുള്ള പെയിൻറ്റിങ്സ് ആണ് ഓരോ തൂണിനും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വരാന്തയിലെ സീലിംഗ് ഒക്കെ ചിത്രങ്ങൾ കൊണ്ട്, പല പല കളറിലുള്ള ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ തൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ തൂണിലും വ്യത്യസ്ത തരത്തിലുള്ള ശില്പങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ കളറ് തന്നെയാണ്. മുഴുവനും കരിങ്കൽ തൂണുകളാണ്. ഒറ്റ നോട്ടത്തിൽ എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും എല്ലാത്തിനും വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങളും നിറങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായും ദ്രാവിഡ ശില്പകലാ രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പാണ്ഡ്യ രാജാക്കന്മാരുടെ ക്ഷേത്ര നിർമ്മാണ ശൈലിയോട് സാമ്യമുള്ള തരത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം. രാമേശ്വരത്തെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഇടനാഴി. നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ഇടനാഴിയാണ് രാമേശ്വരത്തെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിലേത്. രാമൻ ലങ്കാദഹനം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെയൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. വലിയ വലിയ ചിത്രങ്ങളായിട്ട് എല്ലാം തമിഴിലാണ് അതിൻ്റെ വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ചിത്രങ്ങൾ കാണുമ്പം ആ രാമൻ രാമേശ്വരത്ത് വന്നതും ഇവിടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും.
ഉച്ചയ്ക്കൊക്കെ എത്തുവാണെങ്കിൽ ഇവിടെ അന്നദാനമുണ്ട്. അന്നദാന മണ്ഡപം അങ്ങോട്ടാണ്. ഇവിടെയൊക്കെ ക്യൂ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് രാമതീർത്ഥം. രാമന് ഇവിടെയാണ് സ്നാനം ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ കല്ലുകൾ ഉപയോഗിച്ചാണ് വാനരന്മാർ രാമന് വേണ്ടിയിട്ട് രാമസേതു പണിതതെന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ആചാരമാണ് ഇവിടുത്തെ സ്നാനം. 22 ക്ഷേത്രകുണ്ടങ്ങളിൽ നിന്ന് സ്നാനം ചെയ്താൽ നമ്മൾ ചെയ്ത മുൻജന്മ പാപങ്ങളെല്ലാം തീരുമെന്നാണ് വിശ്വാസം. ഇവിടെ നിന്ന് മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ശിവൻ്റെയും ഒക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പോലെ സൂര്യൻ്റെയും അതുപോലെ ചന്ദ്രദോഷങ്ങളൊക്കെ പരിഹരിക്കുകയും ബ്രഹ്മഹത്യാദോഷം മാറുകയും ഗംഗയിലും യമുനയിലും എല്ലാം സ്നാനം ചെയ്യുന്നതിലൂടെ സന്താന സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്നൊക്കെയാണ് വിശ്വാസം. ഇന്ത്യയിലെ 4 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമനാഥസ്വാമി ക്ഷേത്രം. വടക്ക് ബദ്രിനാഥ്, കിഴക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് രാമേശ്വരം എന്നിവയാണ്. ഇതിൽ രാമേശ്വരം മാത്രമാണ് ശിവക്ഷേത്രമായിട്ട് ഉള്ളത്. നമ്മുടെ ഭാരതത്തിൽ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണുള്ളത്. അതിലൊന്നാണ് രാമേശ്വരം. രാമനാഥസ്വാമി ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള സമുദ്രഭാഗമാണ് അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്നത്. അപ്പോൾ തീർത്ഥാടകർ ഇവിടെ അവരുടെ പിതൃക്കൾക്കുള്ള ബലിതർപ്പണമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. മറ്റു പൂജകളൊക്കെ ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സ്നാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. പകലിനേക്കാൾ കൂടുതൽ രാത്രി കാലങ്ങളിൽ നടക്കുന്നതാണ് ഒരു വൈബ്. കാരണം അന്നേരം നല്ല തണുപ്പായിരിക്കും. ഉച്ചയ്ക്കൊക്കെ ഇതിൽ വന്നാൽ ഭയങ്കര ചൂടാണ്. കോടിത്തീർത്ഥക്കുളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ ലുക്ക് ഇങ്ങനെയായി. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് ഇത്ര സങ്കടം എന്ന് ചോദിച്ചാൽ എൻ്റെ ചെരുപ്പ് പോയി. പുറത്തഴിച്ചിട്ടിട്ടാണ് അമ്പലത്തിനകത്ത് കയറാൻ പോയത്. അപ്പം തൊഴുതിറങ്ങിയപ്പം ചെരുപ്പാര കൊണ്ടുപോയി. വെയിൽ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും എവിടെയെങ്കിലും പോയ ഒരു മെമ്മറി വേണമല്ലോ. അങ്ങനെ അവിടുന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ അന്ന് രാത്രി തന്നെ രാമേശ്വരത്തിനോട് ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ച് ടിക്കറ്റൊക്കെ റിസർവ് ചെയ്തെങ്കിലും ഒരു സീറ്റ് അപ്പുറത്തെ ബോഗിയിലായിരുന്നു. അതുകൊണ്ടുള്ള സീറ്റിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് രാമേശ്വരത്തെ അസ്തമയവും കണ്ട് കന്യാകുമാരിയിൽ ഉദയത്തിനായി ഞങ്ങൾ യാത്ര തിരിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം.